അവനെ വ്യക്തിപരമായി നാം അറിയണമെന്നുള്ളതാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്ന ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള കാര്യം. യേശു നമുക്ക് നിത്യജീവൻ തരാനാണ് വന്നത്. അതിനെക്കുറിച്ച് അവൻ പറഞ്ഞത് ഇങ്ങനെയാണ്. യോഹന്നാൻ 17 നിത്യജീവൻ എന്താണെന്ന് യേശു വളരെ വ്യക്തമായിട്ട് നമ്മളോട് പറഞ്ഞു. അത് നമ്മൾ മറന്നുകൂടാ. നിത്യജീവൻ എന്താണെന്ന് ഏറ്റവും വ്യക്തമായിട്ട് ഇവിടെയാണ് പറയുന്നത്. അനേകം ആളുകൾ ഇപ്പോഴും ചിന്തിക്കുന്നു നിത്യജീവൻ എന്ന് പറഞ്ഞാൽ എന്നേക്കും ജീവിച്ചിരിക്കുന്നതാണെന്ന്. അതല്ല നിത്യജീവൻ. കാരണം മനുഷ്യനെ സൃഷ്ടിച്ചത് എന്നേക്കും ജീവിക്കേണ്ടതിന് വേണ്ടിയാണ്. നിങ്ങൾ സ്വർഗത്തിലേക്ക് പോയാലും നരകത്തിലേക്ക് പോയാലും നിങ്ങൾ എന്നേക്കും ജീവിക്കും. അതല്ല നിത്യജീവൻ. അതെന്നേക്കും ജീവിക്കുന്നതാണ്. നിത്യജീവൻ എന്നുള്ള ആ പദം ഞാൻ സാധാരണ പറയുന്ന പോലെ നമുക്ക് അതേപ്പറ്റി ഏതാണ്ട് ഇപ്രകാരം പറയാൻ കഴിയും. അതിനൊരു ആരംഭവുമില്ല, അതുപോലെ ഒരു അവസാനവുമില്ല. അതാണ് നിത്യജീവൻ. മനുഷ്യൻ ഒരു നിത്യജീവിയല്ല. മനുഷ്യനൊരു ആരംഭമുണ്ട്. അതുകൊണ്ട് അത് നിത്യജീവനല്ല. എന്നാൽ അതിനൊരു അവസാനമില്ല. നിത്യജീവൻ എന്ന് പറഞ്ഞാൽ അതിനൊരു ആരംഭവുമില്ല, അവസാനവുമില്ല. ഒരു ദൂതനും അതില്ല. ദൈവത്തിന് മാത്രമേ നിത്യജീവനുള്ളൂ. എന്നാൽ ദൈവം തൻ്റെ പുത്രനെ അയച്ച് അവനിൽ വിശ്വസിക്കുന്നവർക്ക് അവൻ നിത്യജീവൻ കൊടുത്തു. നമുക്ക് പ്രാപിക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ കാര്യമാണത്. അതിനേക്കാളും വലുതായിട്ട് മറ്റൊരു കാര്യവുമില്ല. ദൈവം നമുക്ക് അനേകം വാഗ്ദാനങ്ങൾ തന്നിട്ടുണ്ടെന്ന് നമുക്കറിയാം. അവൻ്റെ സ്വഭാവത്തിന് പങ്കാളിയായി തീരുന്നതാണ് അതിലേറ്റവും പ്രധാനപ്പെട്ടത്. യോഹന്നാൻ 17:3 നിത്യജീവൻ എന്താണെന്ന് പറയുന്നുണ്ട്. യേശു അത് ഇപ്രകാരം വിവരിച്ചു. ഏക സത്യദൈവമായ നിന്നെയും നീ അയച്ച ക്രിസ്തുവിനെയും അറിയുന്നത് തന്നെ. ഇവിടെ യേശു പിതാവിനോട് പ്രാർത്ഥിക്കുകയാണ്. എനിക്ക് നിത്യജീവൻ പ്രാപിക്കാൻ ഒരു വഴിയേ ഉള്ളൂ. അത് ദൈവത്തെ അറിയുന്നതാണ്, വ്യക്തിപരമായി. അതുപോലെ യേശു ക്രിസ്തുവിനെ വ്യക്തിപരമായി അറിയുന്നതും. നിങ്ങളുടെ ആത്മീയ ജീവിതത്തിൻ്റെ വളർച്ചയുടെ അളവ് അത് നിങ്ങൾക്ക് എത്രമാത്രം വ്യക്തിപരമായി ദൈവത്തെയും യേശു ക്രിസ്തുവിനെയും അറിയാമെന്നുള്ളതാണ്. വ്യക്തിപരമായി എൻ്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടു എന്നുള്ള ഉറപ്പ് മാത്രമല്ലത്. നിങ്ങൾക്കറിയാമല്ലോ, ഒരു വ്യക്തിയെ അറിയുന്നതും ആ വ്യക്തിയെപ്പറ്റി അറിയുന്നതും തമ്മിൽ വളരെ വലിയ വ്യത്യാസമുണ്ട്. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ദൈവത്തെ ആഴമായിട്ട് നാം അറിയുന്നതാണ്. അതുപോലെ ദിനംപ്രതി അവനോട് കൂട്ടായ്മ ഉണ്ടായിരിക്കുന്നത്. പാപത്താൽ ശപിക്കപ്പെട്ട ഈ ലോകത്തിൽ, കാരണം പാപം നമ്മുടെ മനസ്സിലും നമ്മുടെ ശരീരത്തിലും കൊണ്ടുവന്ന ആ വലിയ കളങ്കം നിമിത്തം, എനിക്ക് തോന്നുന്നത് ദൈവത്തിന് തന്നെ പറ്റിയുള്ള അറിവിലേക്ക് നമ്മളെ നടത്താൻ ഇതല്ലാതെ മറ്റ് ഒരു വഴിയും ഇല്ല എന്ന്. അതിനുള്ള ഏക വഴി നമ്മെ കഷ്ടത്തിലൂടെയും ചില ബുദ്ധിമുട്ടുള്ള സാഹചര്യത്തിൽ കൂടെ നടത്തുകയാണ്. എനിക്ക് തോന്നുന്നു മറ്റൊരു വഴിയുമില്ലെന്ന്. നിങ്ങളുടെ ജീവിതമെല്ലാം വളരെ സുഖപ്രദവും സമൃദ്ധിയുമാണെങ്കിൽ അതിന് സാധ്യത കുറവാണ്. അതിന് കാരണം നമ്മൾ ഈ അധിവസിക്കുന്ന ഭൂമി ശാപഗ്രസ്തമായതുകൊണ്ടാണ്. അതുകൊണ്ട് നാം അവനെ അറിയാനായി പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ദൈവം നമ്മുടെ ജീവിതത്തിൽ അനുവദിക്കും. ചില സമയത്ത് നമുക്കത് മനസ്സിലാകുകയില്ല. എന്നാൽ ദൈവവചനം ഉടനീളം ഉൽപ്പത്തി മുതൽ വെളിപാട് വരെ നമുക്ക് കാണാൻ കഴിയുന്നതാണ്. നമുക്ക് യാക്കോബിൻ്റെ ലേഖനം 5-ാം അധ്യായത്തിലേക്ക് പോകാം. യാക്കോബ് 5 നാം വായിക്കുന്നു. ഇവിടെ യാക്കോബ് പറയുന്നത് മറ്റുള്ളവരാൽ ചൂഷണം ചെയ്യപ്പെടുന്നവരെ പറ്റിയാണ്. നിങ്ങൾക്കറിയാമോ, ധനികരായ ആളുകൾ യാക്കോബ് 5:4 അവരവരുടെ കൂലിക്കാർക്ക് നന്നായിട്ട് കൂലി കൊടുക്കുന്നവരല്ല. അവനവരോട് പറയുകയാണ്, നിങ്ങളുടെ ദാസന്മാർക്ക് അർഹിക്കുന്ന കൂലി കൊടുക്കുന്നില്ലെങ്കിൽ നിങ്ങൾ വിധിക്കപ്പെടും. അതിനുശേഷം അവൻ ആ ദാസന്മാരോട് പറയുകയാണ്, അവരുടെ യജമാന്മാർ പീഡിപ്പിച്ച ഈ ദാസന്മാരോട്. ഒരുപക്ഷെ ഈ യജമാനന്മാർ വിശ്വാസികളാണെന്നായിരിക്കും പറയുന്നു. എങ്കിലും ദാസന്മാർക്ക് ശരിയായിട്ടുള്ള കൂലി കൊടുക്കുന്നവരല്ല. അവരോട് അവൻ പറയുകയാണ്, സഹോദരന്മാരെ, നിങ്ങൾ ക്ഷമയുള്ളവരായിരിക്കുക. നിങ്ങളുടെ യജമാനൻ നിങ്ങൾക്ക് ശരിയായ കൂലി തരുന്നില്ലേ? അവർ നിങ്ങളെ ചൂഷണം ചെയ്യുന്നുണ്ടോ, മുതലെടുക്കുന്നുണ്ടോ? വിഷമിക്കല്ലേ. കർത്താവ് വരുന്നത് വരെ ക്ഷമയോടെ ഇരിക്കുക. കർഷകൻ തൻ്റെ വിലയേറിയ ഫലത്തിന് കാത്തുകൊണ്ട് ദീർഘക്ഷമയോടെ ഇരിക്കുന്നത് പോലെ നിങ്ങളും ദീർഘക്ഷമയോടെ ഇരിപ്പീൻ. നിങ്ങൾ പരാതി പറയരുത്.
ഒരുപക്ഷെ ഒരാൾ നിങ്ങളുടെ കൂലി തന്നു കാണുകയല്ല, നിങ്ങൾ പരാതി പറയരുത്. ദൈവത്തിൻ്റെ കയ്യിൽ കൊടുക്കുക. നീ കടന്നു പോകുന്ന ആ കഷ്ടത ഉപയോഗിച്ച് ചില കാര്യങ്ങൾ നിന്നെ ചെയ്യും. അവനെ അറിയാനായിട്ട് സഹായിക്കും. അതുപോലെ നിത്യജീവനും നിനക്ക് ലഭിക്കും. ഒരുത്തനെതിരെ ഒരുത്തൻ പരാതിപ്പെടരുത്. കാരണം നീ അങ്ങനെ ചെയ്താൽ എങ്കിൽ ഈ ലോകത്തിൽ മാത്രമല്ല നിത്യതയിലും നീ കഷ്ടപ്പെടും. കാരണം നീ വിധിക്കപ്പെടും. മറ്റുള്ളവർക്കെതിരെ പരാതിപ്പെടുന്നത് വളരെ ഗുരുതരമായ ഒരു കാര്യമാണ്. സഹോദരന്മാരെ, വിധിക്കപ്പെടാതിരിപ്പാൻ ഒരുവന്റെ നേരെ ഒരുവൻ ഞരങ്ങിപ്പോകരുത്. ഇതാ ന്യായാധിപതി വാതുക്കം നിൽക്കുന്നു. നിങ്ങൾക്ക് വിധിക്കപ്പെടാതിരിക്കണോ? ഈ ന്യായവിധിയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗം 9-ാം വാക്യത്തിൽ പറയുന്നു. വിധിക്കപ്പെടാതിരിപ്പാൻ ഒരുവന് നേരെ ഒരുവൻ ഞരങ്ങിപ്പോകരുത്. ദൈവത്തിൻ്റെ ന്യായവിധിയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു എളുപ്പവഴിയല്ലേ ഇത്? ഞാൻ ഈ വാക്യം ഗൗരവമായിട്ടെടുക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ നാളുകൾക്ക് മുമ്പേ മറ്റുള്ളവർക്ക് നേരെ പരാതി പറയുന്നത് അവസാനിപ്പിച്ചത്. ഞാൻ ദൈവത്തിൻ്റെ മുമ്പിൽ നിൽക്കുമ്പം ഞാൻ വിധിക്കപ്പെടുകയില്ല എന്നുള്ള കാര്യം ഉറപ്പുവരുത്താനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. അതിന് ദൈവം എന്നെ കാണിച്ചു തന്ന മാർഗമാണ് ഞാനും മറ്റുള്ളവർക്ക് നേരെ പരാതിപ്പെടരുത്. ഒരുപക്ഷെ ആളുകൾ എന്നോട് മോശമായിട്ട് പെരുമാറി, ഒരുപക്ഷെ ഒരു തെറ്റ് ചെയ്തു. ഉദാഹരണത്തിന്, ഒരു ഡോക്ടർ നിങ്ങളെ ചികിത്സിച്ചപ്പോൾ ഒരു തെറ്റ് ചെയ്തു. ഗുരുതരമായ ഈ തെറ്റ് എൻ്റെ ജീവിതത്തിൽ ഒരു പ്രാവശ്യത്തിൽ കൂടുതൽ നടന്നിട്ടുണ്ട്. എന്നാൽ പരാതിപ്പെടില്ലെന്ന് ഞാൻ തീരുമാനിച്ചു. അതുകൊണ്ട് ഒരുപക്ഷെ ശരീരത്തിൽ പ്രശ്നമുണ്ടാകാം, എന്നാൽ നിങ്ങൾ ദൈവത്തെ കൂടുതൽ അറിയാനായിട്ടിടയാകും. അതാണ് കാര്യം. നിങ്ങൾക്ക് മോശം ചികിത്സ തന്ന ആ ഡോക്ടർക്കെതിരെ പരാതിപ്പെട്ടുകൊണ്ട് നിങ്ങളുടെ ജീവിതം നടത്താം. നിങ്ങൾക്ക് ശമ്പളം തരാതിരുന്ന ആ മനുഷ്യന് നേരെയോ, അങ്ങനെ പല കാര്യം. ദൈവത്തെ കൂടുതൽ അറിയാനുള്ളൊരു അവസരം നിങ്ങൾ നഷ്ടമാക്കുകയാണ്. ആ കഷ്ടതയിലൂടെ ദൈവമാണ് നിങ്ങളെ കൊണ്ടുവന്നത്. അതിൻ്റെ ഉദ്ദേശം അവനെ നിങ്ങൾ കൂടുതൽ അറിയാനാണ്. അങ്ങനെ നിത്യജീവൻ നിങ്ങൾക്ക് നൽകാനാണ്. അവനിവിടെ ഒരു ഉദാഹരണം പറയുകയാണ്. യാക്കോബ് 5:10 കർത്താവിൻ്റെ നാമത്തിൽ സംസാരിച്ച പ്രവാചകന്മാർ കഷ്ടാനുഭവത്തിനും ദീർഘക്ഷമയ്ക്കും ദൃഷ്ടാന്തമായി വിചാരിച്ചു കൊള്ളുവീൻ. ഉപദ്രവം ഏൽക്കാത്ത ഒരു പ്രവാചകനും പഴയ നിയമത്തിൽ ഉണ്ടായിരുന്നില്ല, ഏതെങ്കിലും തരത്തിൽ കഷ്ടത്തിലൂടെ കടന്നു പോകാത്ത. പഴയ നിയമത്തിലെ ഏറ്റവും വലിയ ദൈവമനുഷ്യർ അവർ പല കഷ്ടത്തിലൂടെയും കടന്നു പോകാനിടയായി. ചിലപ്പോൾ അതെല്ലാം എഴുതപ്പെട്ടിട്ടില്ലായിരിക്കാം. ഇതുപോലെ തന്നെയായിരുന്നു പുതിയ നിയമത്തിലും അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും കഷ്ടങ്ങളിലൂടെയാണ് ദൈവത്തെ അറിഞ്ഞത്. 2 കൊരിന്ത്യർ 11-ാം അധ്യായത്തിൽ പൗലോസ് കടന്നുപോയ കഷ്ടങ്ങളെക്കുറിച്ച് നാം വായിക്കുന്നു. അടികൊള്ളുകയും തടവിലാക്കപ്പെടുകയും ഇതുപോലെ അനേക കാര്യങ്ങൾ. സർവശക്തനായ ദൈവത്തിന് അവനെ സംരക്ഷിക്കാൻ കഴിയില്ലായിരുന്നു? നിശ്ചയമായിട്ടും അവന് കഴിയുമായിരുന്നു. എത്ര അപകടങ്ങളിൽ നിന്ന് ദൈവം എന്നെയും നിന്നെയും സംരക്ഷിച്ചിട്ടുണ്ട്. മറ്റുള്ളവർ നമുക്ക് ചെയ്യാൻ ഉദ്ദേശിച്ച ദോഷങ്ങളിൽ നിന്ന്. ജയിലിൽ നിന്ന് പൗലോസിനെ പുറത്തു കൊണ്ടുവരിക ദൈവത്തിന് വളരെ ബുദ്ധിമുട്ടായിരുന്നു. പത്രോസിനെ അവൻ ജയിലിൽ നിന്ന് രക്ഷിച്ചില്ലേ? എന്നാൽ ദൈവം തൻ്റെ സർവ്വജ്ഞാനത്തിൽ പൗലോസ് അപ്പോസ്തലന് കൂടെ ഒരു വലിയ ശുശ്രൂഷ ചെയ്തു തീർക്കാനുണ്ടെന്ന് അറിഞ്ഞിരുന്നു. അതിന് അവന് ദൈവത്തെ അറിയണമായിരുന്നു. അവനെ അറിയാനുള്ള ഒരേ ഒരു വഴിയെന്ന് പറയുന്നത്, നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും, അടിയേൽക്കുന്നതിലൂടെയും തടവിൽ ആക്കപ്പെടുന്നതിലൂടെയും അതുപോലെ ദാരിദ്ര്യത്തിലൂടെയും പട്ടിണിയിലൂടെയും ഇതിലൂടെ ഒക്കെ പൗലോസ് കടന്നുപോയി. എന്നാൽ ഇതുപോലൊരു ശുശ്രൂഷ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലൂടെ നടക്കുവാനായിട്ട് അവൻ ആഗ്രഹിക്കുന്നില്ലെങ്കിൽ, ദൈവം അവനെ കൂടുതൽ മുന്നോട്ട് നടത്താനായിട്ട് അവൻ ആഗ്രഹിക്കുമ്പോൾ അവന് സുഖകരമായി ജീവിക്കണമെന്നേ ഉള്ളൂ. അങ്ങനെ ഒരു ശുശ്രൂഷയിൽ അവന് താല്പര്യമില്ല. അങ്ങനെ ഒരു മനുഷ്യനെ ധാരാളം പണം ഉണ്ടാക്കാനായിട്ട് സുഖകരമായിട്ട് ജീവിക്കാനായിട്ട് ദൈവം അനുവദിക്കും. എന്നാൽ നിത്യതയുടെ വെളിച്ചത്തിൽ നിഷ്ഫലമായൊരു ജീവിതമായിരിക്കും അവൻ നടത്തുന്നത്. ഒരുപക്ഷെ CFCയിലുള്ള ഒരു നല്ല സഹോദരനായിരിക്കും, എന്നാൽ നിത്യതയുടെ വെളിച്ചത്തിൽ അവൻ്റെ ജീവിതം ഒരു 0 ആണ്. അങ്ങനെ ആയിരിക്കരുത്. ഇപ്പം നിങ്ങളിവിടെ ഇരിക്കുകയാണ്, എന്നാൽ നിങ്ങളുടെ ലക്ഷ്യം അത് കൃത്യമല്ല. അങ്ങനെയെങ്കിൽ നിത്യത നിങ്ങൾക്ക് നഷ്ടപ്പെടും. ഒരുപക്ഷെ നിങ്ങൾ ചിന്തിക്കും, ഞാൻ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു, എൻ്റെ ജീവിതം സുഖകരമാണ്, എനിക്ക് പ്രത്യേകിച്ച് രോഗമൊന്നുമില്ല, അതുപോലെ എനിക്ക് നല്ലൊരു വീടുണ്ട്, ഒത്തിരി പണമുണ്ട്, എനിക്ക് കുഴപ്പമില്ല. സഹോദരി സഹോദരന്മാരെ, നിങ്ങൾ എന്നെ ശ്രദ്ധിക്കുക. നിങ്ങളുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം ഇതായിരിക്കട്ടെ. കർത്താവെ, എന്ത് വില കൊടുത്തും എനിക്ക് നിന്നെ അറിയണം. നീ എന്നെ ഈ ഭൂമിയിൽ വെച്ചിരിക്കുന്നു. ഈ ലോകം വിട്ട് ഞാൻ പോകുന്നതിന് മുമ്പ് എനിക്ക് നിന്നെ അറിയണം. കർത്താവെ, ഇതാണ് എൻ്റെ തീവ്രമായിട്ട് ആഗ്രഹം. എനിക്ക് നിന്നെ കൂടുതൽ അറിയണം.